ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവവചനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ എളിയ വന്ദനം. ദൈവവചനത്തിൽ നിന്ന് നമുക്കൊരു വേദവാക്യം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം 31-ാമത്തെ വാക്യം. കർത്താവായ യേശുവിൽ വിശ്വസിക്ക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് അവർ പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്ക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. വിശ്വാസത്താൽ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് നാം ചിന്തിച്ചു വന്നത്. ഇവിടെ നാം വായിച്ചു കേട്ടത് വിശ്വാസത്താൽ നമുക്ക് ലഭിക്കുന്ന ഒരു അനുഗ്രഹത്തെക്കുറിച്ചാണ് ഇവിടെ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. വിശ്വാസത്താലുള്ള രക്ഷ. രക്ഷയുടെ അനുഭവം നമുക്ക് കിട്ടുന്നത് വിശ്വാസത്താലാണ്. പ്രിയപ്പെട്ടവരെ, നാം ഈ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നാം ഈ വിശ്വാസത്താലുള്ള രക്ഷ സ്വന്തമാക്കിയ ഒരു വ്യക്തിയാണോ എന്ന് നാം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. വിശ്വാസത്താലുള്ള രക്ഷ. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്ക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, ഈ രക്ഷ നാം അനുഭവിക്കുന്നുണ്ടോ? ഞാനൊരു രക്ഷിക്കപ്പെട്ട ദൈവവൈതലാണോ? ഞാൻ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ പൈതലാണോ? ഞാൻ അങ്ങനെ ഒരു അനുഭവം എനിക്ക് ലഭിച്ചിട്ടുണ്ടോ? വിശ്വാസത്താലുള്ള രക്ഷ. എന്താണ് പ്രിയപ്പെട്ടവരെ രക്ഷ എന്ന് പറയുന്നത്? എബ്രായ ലേഖനം 2-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും എന്നാണ് ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ചോദിക്കുന്നത്. ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? പ്രിയപ്പെട്ടവരെ, നിത്യശിക്ഷാവിധിയിൽ നിന്നുള്ള മോചനമാണ് നിത്യരക്ഷ എന്ന് പറയുന്നത്. നിത്യശിക്ഷാവിധിയിൽ നിന്നുള്ളതായ മോചനം, നിത്യ നരകാഗ്നിയിൽ നിന്നുള്ളതായ ആ മോചനം, നിത്യമായ ദണ്ഡനത്തിൽ നിന്നുള്ളതായ, നിത്യമായ തീപ്പൊയ്യിൽ നിന്നുള്ളതായ, ഒരിക്കലും കെടാത്തതായ തീയും ചാകാത്തതായ പുഴുവുമുള്ളതായ ആ നിത്യ നരകാഗ്നിയിൽ നിന്നുള്ളതായ മോചനമാണ് രക്ഷ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ രക്ഷ അനുഭവിച്ചോ? നിങ്ങൾ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതലാണോ? ഞാൻ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതലാണെന്നുള്ള ആ ഒരു അവകാശം നാം പ്രാപിച്ചുവോ? അപ്പോസ്തലനായ യോഹന്നാൻ പറയും, കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. 1 യോഹന്നാൻ്റെ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ അങ്ങനെയാണ് നാം വായിക്കുന്നത്. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതലാണോ? ഞാൻ യേശുക്രിസ്തുവിനെ എൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ഒരു വിശ്വാസ ജീവിതം നയിക്കുന്ന ഒരു രക്ഷിക്കപ്പെട്ട ദൈവവൈതലാണോ ഞാൻ? ഒരിക്കൽ ഞാൻ ശിക്ഷാവിധിയിലായിരുന്നു. ഒരിക്കൽ ഞാൻ നിത്യനരകത്തിൻ്റെ അവകാശിയായിരുന്നു. ഒരിക്കൽ ഞാൻ പിശാചിൻ്റെ അടിമയായിരുന്നു. ഒരിക്കൽ ഞാൻ പിശാചിൻ്റെ ബന്ധനങ്ങളിൽ കടന്നവനായിരുന്നു. ഒരിക്കൽ ഞാൻ നരകാവകാശിയായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്താലും അവൻ്റെ ക്രൂശിൽ ചൊരിഞ്ഞ തിരുരക്തത്താലും അവൻ്റെ ആ സ്നേഹത്തിലുമുള്ള വിശ്വാസത്താൽ ഞാനിന്ന് രക്ഷിക്കപ്പെട്ടൊരു ദൈവവൈതലാണെന്ന് പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് അഭിമാനത്തോടെ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ഞാനൊരു രക്ഷിക്കപ്പെട്ട ദൈവവൈതലാണോ? പ്രിയപ്പെട്ടവരെ, ഈ രക്ഷ സൗജന്യമാണ്. നാം ഒന്നും ചെയ്യേണ്ട. നാം എന്തെങ്കിലും ചെയ്തല്ല നാം ഈ രക്ഷ സ്വന്തമാക്കുന്നത്. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 10-ാം വാക്യത്തിൽ നാം അങ്ങനെയാണ് വായിക്കുന്നത്. രക്ഷ സൗജന്യമാണ് പ്രിയപ്പെട്ടവരെ. ദൈവം ഏതൊരു മനുഷ്യനും പ്രാപിക്കാൻ തക്കവണ്ണം, ഇത് വിശ്വാസത്താൽ അനുഭവിക്കാൻ തക്കവണ്ണം ഇത് സൗജന്യമാണ്. മനുഷ്യൻ വില കൊടുത്ത് മേടിക്കുന്നതല്ല രക്ഷ. മനുഷ്യൻ എന്തെങ്കിലും ചെയ്ത് നേടിയെടുക്കുന്നതല്ല രക്ഷ എന്ന് പറയുന്നത്. മനുഷ്യന് ജീവനുള്ള ദൈവം രക്ഷ കാൽവറിയിൽ ഒരുക്കിയിരിക്കുകയാണ്. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് പിതാവായ ദൈവം എല്ലാം ചെയ്ത് തീർത്തു കഴിഞ്ഞു. ഇനി നാം അതിനോടൊന്നും ചെയ്യേണ്ടതില്ല, അതിനോടൊന്നും കൂട്ടേണ്ടതില്ല. മനുഷ്യജാതിയുടെ രക്ഷ പിതാവായ ദൈവം നിർവഹിച്ചു കഴിഞ്ഞു. ആ രക്ഷണ്യ വേലയാണ് കാൽവറിയിൽ നാം കാണുന്നത്.
തൻ്റെ ഏകജാതനായ പുത്രൻ കർത്താവായ യേശുക്രിസ്തു കാൽവറിയിൽ തകർക്കപ്പെട്ട് കിടക്കുകയാണ്. അവൻ്റെ കാൽവറിയിലെ മരണത്തിൽ, ആ പരിശുദ്ധമായ ബലിയിൽ നാം വിശ്വസിക്കുമെങ്കിൽ, യേശുക്രിസ്തുവിനെ വിശ്വാസത്താൽ നമ്മുടെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി നാം സ്വീകരിക്കുമെങ്കിൽ നമുക്ക് ഈ രക്ഷ സ്വന്തമാക്കാം. ഈ രക്ഷ സൗജന്യമാണ്. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 10-ാം വാക്യത്തിൽ നാം എന്താണ് വായിക്കുന്നത്? രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനമെന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവർ, എന്താണ് രക്ഷ എന്ന് പറയുന്നത്? ഒന്നുകൂടെ നമുക്ക് ആ വാക്യം വായിക്കാം. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനം എന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. ഇത് കുഞ്ഞാടിന്റെ പിതാവായ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനമെന്ന് സ്വർഗത്തിൽ ഇരിക്കുന്നവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരിക്കുകയാണ്. രക്ഷ സൗജന്യമാണ്, രക്ഷ ദാനമാണ്, രക്ഷ കൃപയാലാണ്, രക്ഷ വിശ്വാസത്താലാണ്. പ്രിയപ്പെട്ടവരെ, ഈ കൃപയാലുള്ള രക്ഷ, ഈ സൗജന്യമായ രക്ഷ, ദാനമായി ലഭിക്കുന്ന രക്ഷ, വിശ്വാസത്താൽ ലഭിക്കുന്ന രക്ഷ നിങ്ങൾ സ്വന്തമാക്കിയോ പ്രിയപ്പെട്ടവരെ? ഇനി നിങ്ങൾ ഈ രക്ഷ അഗണ്യമാക്കി കളയരുത്. രക്ഷയുടെ സന്ദേശമാണ് നിങ്ങൾ കേൾക്കുന്നത്. രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാനുള്ളതായ ദൈവീക സന്ദേശങ്ങളാണ് നിങ്ങളുടെ ചെവിയിൽ എത്തുന്നത്. ഇത്ര വലിയ രക്ഷ നിങ്ങൾ ഗണ്യമാക്കാതെ പോകരുത്. നാളെ ആകട്ടെ എന്ന് വയ്ക്കരുത്. ഇപ്പോൾ വേണ്ട എന്ന് ചിന്തിക്കരുത് പ്രിയപ്പെട്ടവരെ. കാരണം നമ്മുടെ ആരുടെയും നാളും നാഴികയും നാം അറിയുന്നില്ല. ഏത് സമയത്താണ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നത് നമുക്ക് ആർക്കും നിശ്ചയമില്ല. അതുകൊണ്ട് നാം അതിവേഗം ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരിക. നിങ്ങൾ ആരെങ്കിലും ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നിട്ടില്ല എങ്കിൽ, നിങ്ങൾ രക്ഷിക്കപ്പെടാത്തൊരു വ്യക്തിയാണ് എങ്കിൽ, ഇന്ന് തന്നെ, ഇപ്പോൾ തന്നെ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ഈ വലിയ രക്ഷ സ്വന്തമാക്കുക, വിശ്വാസത്താൽ സ്വന്തമാക്കുക. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇവിടെ എന്താണ് പ്രിയപ്പെട്ടവർ ഈ വചനം പറയാനുള്ളതായ സാഹചര്യം എന്താണ്? അപ്പോസ്തലനായ പൗലോസും ശീലാസും കൂടെ കർത്താവിൻ്റെ വേലയുമായിട്ട് ബന്ധപ്പെട്ട് അനേക സ്ഥലങ്ങൾ കൂടി സന്ദർശിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് അപ്പോസ്തലനായ പൗലോസും ശീലാസും കൂടെ അവരുടെ സുവിശേഷ പര്യടനം നടത്തുകയാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം 23 മുതലായ വാക്യം വായിക്കുമ്പോൾ ഇതിൻ്റെ പശ്ചാത്തലം നമുക്ക് മനസ്സിലാക്കാം. നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം 23 മുതലായ ചില വാക്യങ്ങൾ. അവരെ വളരെ അടുപ്പിച്ച ശേഷം, അപ്പോസ്തലനായ പൗലോസിനെയും ശീലാസിനെയും വളരെ അടുപ്പിച്ച ശേഷം തടവിലാക്കി കാരാഗ്രഹ പ്രമാണിയോട് വളരെ സൂക്ഷ്മത്തോടെ കാപ്പാൻ കൽപ്പിച്ചു. കാരാഗ്രഹ പ്രമാണിയോട് വളരെ സൂക്ഷ്മതയോടെ കാക്കുവാൻ കാരാഗ്രഹ പ്രമാണിയോട് കൽപ്പിക്കുകയാണ്. ഈ പൗലോസിനെയും ശീലാസിനെയും കാരാഗ്രഹത്തിൽ ആമത്തിലിട്ട് പൂട്ടിയിരിക്കുകയാണ്. അടുത്ത വാക്യം എന്താണ്? അവൻ ഇങ്ങനെയുള്ള കൽപ്പന കിട്ടുകയാൽ അവരെ അകത്തെ തടവിലാക്കി പൗലോസിനെയും ശീലാസിനെയും ഉള്ളിലുള്ള അകത്തെ തടവിലാക്കി. എന്നിട്ടോ അവരുടെ കാൽ ആമത്തിലിട്ട് പൂട്ടി. പൗലോസിന്റെയും ശീലാസിന്റെയും കാല് ആമത്തിലിട്ട് ചങ്ങലക്കിട്ട് പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇവർ ചെയ്ത തെറ്റെന്താണ് പ്രിയപ്പെട്ടവരെ? അവർ സുവിശേഷം അറിയിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വേറെ അവരൊന്നും ചെയ്തില്ല. അവർ ചെയ്ത തെറ്റ്, അവർ തടവറയിലാക്കാനുള്ളതായ തെറ്റ്, അവരെ കാലാമത്തിലിടാനുള്ളതായ തെറ്റെന്താണ്? അവർ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിച്ചു. അനേകർ യേശുക്രിസ്തുവിൻ്റെ രക്ഷയിലേക്ക് കടന്നു വന്നു. അതാണ് അവർ ചെയ്ത തെറ്റ്. അവരുടെ കാല് ആമത്തിലിട്ട് പൂട്ടിയിട്ടിരിക്കുകയാണ്. പിന്നീട് എന്ത് സംഭവിച്ചു? അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. പ്രിയപ്പെട്ടവരെ, അർദ്ധരാത്രിയിൽ തടവറയിൽ കിടന്നുകൊണ്ട് ഒരു പ്രാർത്ഥനയും സ്തുതിയും പാട്ടും കേൾക്കുകയാണ്. തടവറയിലെ സ്തുതി, തടവറയിലെ പാട്ട്, തടവറയിലെ പ്രാർത്ഥന. പ്രിയപ്പെട്ടവർ, ഇങ്ങനെ കഴിയുമോ? അത് തടവറയിൽ കാലാമത്തിലിട്ട് പൂട്ടിയിരിക്കുകയാണ് അപ്പോസ്തലനായ പൗലോസിനെയും ശീലാസിനെയും. എന്നാൽ അർദ്ധരാത്രിക്ക് അവർ ദൈവസന്നിധിയിൽ അവർ പാടുകയാണ്, അവർ പ്രാർത്ഥിക്കുകയാണ്, അവർ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇങ്ങനെ സാധിക്കുമോ പ്രിയപ്പെട്ടവരെ? തടവറയിലെ സ്തുതി നമുക്ക് സാധിക്കുമോ? ബന്ധനങ്ങൾ കിടന്നുകൊണ്ട് രോഗത്തിൻ്റെ അവസ്ഥയിൽ നമുക്ക് സ്തുതിക്കാൻ സാധിക്കുമോ? നമുക്ക് സന്തോഷിക്കാൻ കഴിയുമോ? അതുകൊണ്ടാണ് അപ്പോസ്തലൻ ഫിലിപ്പിയ ലേഖനത്തിൽ എഴുതുന്നുണ്ട്, സന്തോഷിപ്പീൻ എന്ന് പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടും സന്തോഷിക്കുന്നതായ അനുഭവം ആർക്ക് സാധിക്കും പ്രിയപ്പെട്ടവരെ? അത് തടവറയിൽ കിടന്നുകൊണ്ട് സന്തോഷിക്കാൻ, ബന്ധനത്തിൽ കിടന്നുകൊണ്ട് യേശുവിനെ സ്തുതിക്കുവാനും പാടുവാനും പ്രാർത്ഥിക്കുവാനും ഒരു സാധാരണ മനുഷ്യന് കഴിയുമോ? സാധാരണ മനുഷ്യന് കഴിയില്ല. പക്ഷേ രക്ഷ അനുഭവിക്കുന്ന ഒരു വിശ്വാസിക്ക്,
ഒരു രക്ഷിക്കപ്പെട്ട വിശ്വാസിക്ക് തടവറയിലും സ്തുതിക്കാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ. അതാണ് ഒരു വിശ്വാസിയുടെ യോഗ്യത എന്ന് പറയുന്നത്. അതാണ് ഒരു ദൈവവൈതലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. തടവറയുടെ അനുഭവത്തിലും ബന്ധനത്തിലാണ്, ശരീരം ബന്ധനത്തിലാണെങ്കിലും ആത്മാവിൽ സ്തുതിക്കുന്നതായ അനുഭവം, ആത്മാവിൽ പാടുന്നതായ അനുഭവം, ആത്മാവിൽ പ്രാർത്ഥിക്കുന്നതായ അനുഭവം, അതൊരു രക്ഷിക്കപ്പെട്ട വിശ്വാസിയുടെ പദവിയാണ്. അതൊരു രക്ഷിക്കപ്പെട്ട വിശ്വാസിയുടെ അനുഭവമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് അനേകർ തടവറയിലല്ലേ? വാസ്തവത്തിൽ കുടുംബ തടവറകളിലാണ് അനേക ഭവനങ്ങളിൽ തടവറയിൽ കഴിയുന്ന പോലെയാണ് അനേക ഭാര്യമാർ കഴിയുന്നത്, അനേക ഭർത്താക്കന്മാർ കഴിയുന്നത്. തടവറയിലാണ് ഇന്ന് അനേകര്. അവർക്ക് സംസാരിക്കാൻ സ്വാതന്ത്ര്യമില്ല, പുറത്തിറങ്ങാൻ സ്വാതന്ത്ര്യമില്ല, അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമില്ല. ഭർത്താവ് പറയുന്ന പോലെ തന്നെ കേട്ടുകൊള്ളണം. അനേകര് കുടുംബ തടവറകളിലാണ് കഴിയുന്നത്. സഹോദരൻ, നിന്റെ അനുഭവം അങ്ങനെയാണോ? പ്രിയപ്പെട്ട സഹോദരി, നിന്റെ അനുഭവം അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിലും നീ ഒരു രക്ഷിക്കപ്പെട്ട ദൈവവൈതലാണെങ്കിൽ ആ കുടുംബ തടവറയിൽ കടന്നുകൊണ്ട് അർദ്ധരാത്രിയിൽ നിന്റെ ദൈവത്തെ സ്തുതിക്കാൻ നിനക്ക് കഴിയും. രാത്രിയിൽ കൂരിരുട്ടാണ്, മുമ്പിലേക്ക് പ്രകാശമൊന്നും കാണുന്നില്ല, എല്ലാ വഴികളും അടഞ്ഞിരിക്കുകയാണ്. അർദ്ധരാത്രിയുടെ അനുഭവത്തിൽ കൂടിയായിരിക്കും കടന്നു പോകുന്നത്. പക്ഷേ സഹോദര, നീ ഒരു രക്ഷിക്കപ്പെട്ട ദൈവവൈതലാണെങ്കിൽ ഈ തടവറയുടെ അനുഭവത്തിലും നിനക്ക് യേശുക്രിസ്തുവിനെ സ്തുതിക്കാൻ കഴിയും. നിന്റെ ഹൃദയത്തിൽ പാട്ടുണ്ടാവും, നിന്റെ ഹൃദയം സ്തുതിച്ചുകൊണ്ടിരിക്കും, നിന്റെ ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥന ഉയർന്നുകൊണ്ടിരിക്കും. നീ യേശുക്രിസ്തുവുമായിട്ടൊരു ബന്ധത്തിൻ്റെ ആ സ്വർഗീയ അനുഭവത്തിൽ നിനക്ക് ജീവിക്കാൻ കഴിയും, നീ ഒരു രക്ഷിക്കപ്പെട്ട ദൈവവൈതലാണെങ്കിൽ. അപ്പോസ്തലനായ പൗലോസും ശീലാസും തടവറയിൽ കാലാമത്തിലിട്ട് പൂട്ടിയിട്ടിരിക്കുകയാണ്. അടിച്ച് ശരീരമെല്ലാം വിണ്ടു കീറിയിരിക്കുകയാണ്, ശരീരം നീറിപ്പുകയുകയാണ്. പക്ഷേ ഹൃദയം സന്തോഷിക്കുകയാണ്, ഹൃദയം ആനന്ദിക്കുകയാണ്. അർദ്ധരാത്രിയിലെ പാട്ട്, തടവറയിലെ സ്തുതി. പ്രിയപ്പെട്ടവർ, നിങ്ങൾക്കിത് വേണമോ? നിങ്ങൾക്കിത് വേണമോ? അർദ്ധരാത്രിയുടെ അനുഭവത്തിൽ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിലും, നിരാശയുടെ അനുഭവത്തിൽ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിലും, കഷ്ടതയുടെ അനുഭവത്തിൽ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിലും, രോഗത്തിൻ്റെ അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിലും, വലിയ ഞെരുക്കത്തിൻ്റെയും വലിയ പീഡയുടെയും വലിയ കഷ്ടതയുടെയും അനുഭവത്തിൽ കൂടിയാണ് പ്രിയപ്പെട്ട ദൈവവൈതലേ നീ കടന്നു പോകുന്നതെങ്കിലും, അർദ്ധരാത്രിയിലും നിന്നെ സ്തുതിക്കാൻ പഠിപ്പിക്കുന്നവനായ ഒരു ദൈവമുണ്ട്. നിനക്ക് സ്തുതി തരുന്നവനായ യേശുവുണ്ട്. നിനക്ക് പാട്ട് തരുന്നവനായ ഒരു ജീവനുള്ള ക്രിസ്തുവുണ്ട്. നീ ഒരു രക്ഷിക്കപ്പെട്ട ദൈവവൈതലാണെങ്കിൽ നിന്റെ ഹൃദയത്തിൽ അർദ്ധരാത്രിയുടെ അനുഭവത്തിൽ നിനക്ക് സ്തുതിക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, വീണ്ടും താഴോട്ട് എന്താണ് വായിക്കുന്നത്? തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു, പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, ഒരു രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ രണ്ടുപേര് അവർ അർദ്ധരാത്രിയിൽ പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അനേകരുണ്ട്, ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്, ഇതെല്ലാം ശ്രദ്ധയോടെ കേൾക്കുന്നവരുണ്ട്. അപ്പോൾ ഒരു സംഭവം നടക്കുകയാണ്. എന്താണ്? പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി, കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി. പ്രിയപ്പെട്ടവരെ, ഒരു രക്ഷിക്കപ്പെട്ട ദൈവവൈതലിൻ്റെ സ്തുതിയിൽ കാരാഗ്രഹങ്ങൾ ഇളകുകയാണ്, കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദര, നീ നിന്റെ ആയിരിക്കുന്ന അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് ഒരുപക്ഷെ വേദനയുടെ അനുഭവത്തിലായിരിക്കാം, കഷ്ടതയുടെ അനുഭവത്തിലായിരിക്കാം. നീ ഒരു രക്ഷിക്കപ്പെട്ട ദൈവവൈതലാണ് എങ്കിൽ നീ ആ കഷ്ടതയുടെ നടുവിൽ നിന്ന് ദൈവത്തെ പാടി സ്തുതിച്ചുകൊണ്ടിരുന്നാൽ, നീ നിന്റെ ഹൃദയത്തിൻ്റെ വേദനകൾ ദൈവസന്നിധിയിലേക്ക് അറിയിച്ചുകൊണ്ടിരുന്നാൽ, നിനക്കെതിരെ അടഞ്ഞിരിക്കുന്ന ചില വാതിലുകളെല്ലാം ദൈവം നിനക്ക് തുറന്നു തരും. ചില അടഞ്ഞ വാതിലുകളെല്ലാം ദൈവം നിനക്ക് തുറന്നു തരും. ഈ ദൈവം എത്ര വലിയവനാണ് പ്രിയപ്പെട്ടവരെ! ഒരു രക്ഷിക്കപ്പെട്ട ദൈവവൈതലിന്റെ മുമ്പിൽ, അവൻ്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ, അവൻ്റെ സ്തുതിയുടെ മുമ്പിൽ അടഞ്ഞ വാതിലുകൾ തുറക്കുകയാണ്. ഈ ദൈവം എത്ര വിശ്വസ്തനാണ്! ഈ ദൈവം എത്ര നല്ലവനാണ്! ഈ ജീവനുള്ള ക്രിസ്തു അവൻ ഇന്നും ജീവിക്കുന്നവനാണ് പ്രിയപ്പെട്ടവരെ. കഷ്ടതയുടെ നടുവിൽ പാട്ട് തരുന്നവനാണ്. അർദ്ധരാത്രിയുടെ അനുഭവത്തിൽ സ്തുതിക്കാൻ അനുഭവങ്ങൾ തരുന്നവനാണ് ഈ ദൈവം. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി, കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, വാതിലുകളൊക്കെയും തുറന്നുപോയി. പിന്നെ എന്താണ് സംഭവിച്ചത്? എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. പ്രിയപ്പെട്ടവരെ, നിന്റെ ഈ സ്തുതിയുടെ മുമ്പിൽ അനേകരുടെ ചങ്ങലകൾ അഴിഞ്ഞു മാറുകയാണ്. പ്രിയപ്പെട്ടവർ, പിന്നെ എന്താണ് സംഭവിച്ചത്? എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. കാരാഗ്രഹപ്രമാണി ഉറക്കമുണർന്നു. കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്നിരിക്കുന്നത് കണ്ടു. പ്രിയപ്പെട്ടവരെ, കാരാഗ്രഹത്തിൽ വളരെ സൂക്ഷ്മതയോടെ സൂക്ഷിക്കുന്നതിന് വേണ്ടി ഏൽപ്പിച്ചതായ ഈ തടവുള്ളികൾ വാതിലുകൾ തുറന്നു കിടക്കുകയാണ്. കാരാഗ്രഹപ്രമാണി ആകെ ഭയപ്പെട്ടു പോയി, പരിഭ്രമിച്ചു പോയി. എന്താണ് ഈ കാരാഗ്രഹത്തിൽ കിടക്കുന്നവരെല്ലാം, തടവുള്ളികളെല്ലാം അവർ സ്വതന്ത്രരായി പോയോ? എൻ്റെ ജീവിതം തീരാൻ പോവുകയാണോ? എൻ്റെ ജോലി നഷ്ടപ്പെടാൻ പോവുകയാണോ? ഭയപ്പെട്ടുകൊണ്ട് കാരാഗ്രഹപ്രമാണി ഉറക്കമുണർന്നു. കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറന്നിരിക്കുന്നത് കണ്ടിട്ട് എന്ത് ചെയ്തു? ചങ്ങലക്കാർ ഓടിപ്പോയി കളഞ്ഞു എന്ന് ഊഹിച്ച് വാളൂരി തന്നെത്താൻ കൊല്ലുവാൻ ഭാവിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ കാരാഗ്രഹപ്രമാണി ഈ കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറന്നു കിടക്കുന്നത് കണ്ടിട്ട് തന്നെത്താനും വാളൂരി ആത്മഹത്യ ചെയ്യാൻ തുടങ്ങുകയാണ്. പേടിച്ച് പരിഭ്രാന്തനായി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പിന്നെ എന്താണ് സംഭവിച്ചത്?
അപ്പോൾ പൗലോസ് ഈ കാരാഗ്രഹ പ്രമാണിയോട് പറയുകയാണ്. എന്താ പറഞ്ഞത്? നിനക്ക് ഒരു ദോഷവും ചെയ്യരുത്, നിനക്ക് ഒരു ദോഷവും ചെയ്യരുത്. ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഞങ്ങൾ ആരും ഓടിപ്പോയിട്ടൊന്നുമില്ല, ഞങ്ങൾ എല്ലാവരും ഇവിടെയുണ്ട്. നിനക്ക് ഒരു ദോഷമൊന്നും ചെയ്യണ്ട, നീ തന്നെത്താൻ ഇത് മരിക്കാൻ നോക്കേണ്ട ആവശ്യമില്ല, നിനക്ക് ഒരു ദോഷവും ചെയ്യരുത്, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, വേദനിക്കുന്ന ഭയപ്പെട്ടിരിക്കുന്നവരോട് ഒരു രക്ഷിക്കപ്പെട്ട ദൈവത്തിൽ പറയുകയാണ്, മകനെ നീ ഭയപ്പെടേണ്ട, നീ പേടിക്കണ്ട, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട്, നിന്നെ സഹായിക്കാൻ ഞങ്ങളുണ്ട്, നീ പേടിക്കേണ്ട, ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. ഭയപ്പാടോടെ കഴിയുന്നവരാരെങ്കിലും ഉണ്ടോ? ആശങ്കയോടെ ഇരിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? നിരാശയോടെ ഇരിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? പ്രിയപ്പെട്ടവരെ, ജീവനുള്ളവനായൊരു ദൈവമുണ്ട്, ജീവനുള്ള ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവമക്കളുമുണ്ട്. സഹോദരാ, നീ നിരാശപ്പെടേണ്ട, നീ ആത്മഹത്യ ചെയ്യേണ്ട, നിന്റെ ജീവിതം അവസാനിപ്പിക്കേണ്ട, നിന്റെ ജീവിതം തീർത്ത് കളയേണ്ട. നിനക്കൊരു നല്ല ഭാവിയുണ്ട്, കാരണം യേശു ജീവിക്കുന്നുണ്ട്. നിന്റെ നാവിൽ സ്തുതി തരാൻ ഞങ്ങളുടെ ദൈവം മതിയായവനാണ്, ഈ ദൈവം ജീവിക്കുന്നവനാണ്. സഹോദര, നീ ഭയപ്പെടേണ്ട. നീ രോഗത്തിൻ്റെ അവസ്ഥയിൽ നിരാശപ്പെട്ടിരിക്കുകയാണോ? കടബാധ്യതയിൽ ഞെങ്ങി വലഞ്ഞിരിക്കുകയാണോ? നിന്റെ ഭാവി തീർക്കാൻ നീ ആലോചിച്ചിരിക്കുകയാണോ? മകനെ, നീ നിന്റെ ആയുസ് കളയണ്ട, നിന്റെ ആയുസ് നീ നഷ്ടപ്പെടുത്തണ്ട. നിനക്കൊരു നല്ല ഭാവി തരാൻ യേശു ജീവിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, യേശു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അവൻ നിനക്ക് രക്ഷ തരുവാൻ മതിയായവനാണ്, അവൻ നിനക്ക് ചിരി തരുവാൻ മതിയായവനാണ്, യേശു നിനക്ക് സന്തോഷം തരുവാൻ മതിയായവനാണ്. നീ നിരാശപ്പെടേണ്ട, നിനക്കൊരു ദോഷവും വരുത്തരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അതിന് 30-ാമത്തെ വാക്യം എന്താണ്? കാരാഗ്രഹ പ്രമാണി ഇവരോട് ചോദിക്കുകയാണ്, അപ്പോസ്തലനായ പൗലോസിനോടും ശീലാസിനോടും ചോദിക്കുകയാണ്. 30-ാമത്തെ വാക്യം, യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ കാരാഗ്രഹ പ്രമാണിക്ക് ഉള്ളിലൊരാഗ്രഹം, എനിക്കും ഈ രക്ഷ അനുഭവിക്കണം, എനിക്കും ഈ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് കാലാമത്തിലിട്ടിരിക്കുന്ന അവസ്ഥയിലും സ്തുതിക്കുന്ന ഒരു അനുഭവം എനിക്കും വേണം. ഇങ്ങനൊരു അനുഭവമുണ്ടോ? ഇങ്ങനൊരു ആത്മീയ ജീവിതമുണ്ടോ? രോഗത്തിന് മധ്യത്തിലും ദൈവത്തെ സ്തുതിക്കാൻ കഴിയുക, കഷ്ടതയുടെ നടുവിലും യേശുവിനെ ആരാധിക്കാൻ കഴിയുക, ദുരിതത്തിൻ്റെ നടുവിലും വേദനയുടെ നടുവിലും യേശുവിനെ പാടി സ്തുതിച്ച് ആരാധിക്കുന്ന ഒരു ജീവിതം ഈ ഭൂമിയിൽ മനുഷ്യന് സാധ്യമാണോ? യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് അപ്പോസ്തലനായ പൗലോസിനെയും ശീലാസിൻ്റെ അടുക്കൽ വന്ന് ഈ കാരാഗ്രഹ പ്രമാണി ചോദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ രക്ഷ പ്രാപിക്കാൻ എന്താ ചെയ്യേണ്ടത്? എനിക്കും ഈ രക്ഷയുടെ അനുഭവം വേണമെന്നുണ്ടല്ലോ, എനിക്കും ഈ പാട്ട് വേണമെന്നുണ്ടല്ലോ, എനിക്കും ഈ സന്തോഷം വേണമെന്നുണ്ടല്ലോ. പ്രിയപ്പെട്ട സഹോദര, അതിനെന്താണ് ചെയ്യേണ്ടത്? നീ കാരാഗ്രഹത്തിലും പാടുവാൻ നീ എന്താണ് ചെയ്യേണ്ടത്? കഷ്ടതയുടെ നടുവിൽ സ്തുതിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? കഷ്ടതയുടെ നടുവിലും സന്തോഷത്തോടെ ജീവിക്കുവാൻ എന്താണ് നീ ചെയ്യേണ്ടത്? അപ്പോസ്തലനായ പൗലോസ് എന്താണ് പറഞ്ഞത്? കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, രക്ഷപ്പെടാൻ ഒരു മാർഗമുണ്ട്, രക്ഷ അനുഭവിക്കാൻ ഒരു വഴിയുണ്ട്. എന്താണ് ആ വഴി? അത് നീ ഒന്നും ചെയ്യണ്ട, നീ പൈസ മുടക്കണ്ട, നീ സഭ മാറണ്ട, നീ കക്ഷി മാറണ്ട, നീ ഇടവക മാറണ്ട, നീ മതം മാറണ്ട. ഈ കൂട്ടായ്മ പഠിപ്പിക്കുന്ന അതാണ്. പ്രിയപ്പെട്ടവരെ, എത്രയും ബഹുമാനപ്പെട്ട യോഹന്നാൻ സാറ് ഈ കൂട്ടായ്മയിൽ കൂടി പഠിപ്പിക്കുന്നതാണ്. ഈ രക്ഷ അനുഭവിക്കുവാൻ, ഈ സന്തോഷം അനുഭവിക്കുവാൻ, ഈ നിത്യജീവന്റെ അനുഭവത്തിലേക്ക് വരുവാൻ, സഹോദര, നീ സഭ മാറണ്ട, നീ കക്ഷി മാറണ്ട, നീ സ്നാനം മാറണ്ട, നീ ജാതിയോ സഭയോ ഒന്നും മാറണ്ട. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൽ നീ വിശ്വസിക്കുക, എന്നാൽ നിനക്കും രക്ഷപ്പെടാം, നിന്റെ കുടുംബത്തിലുള്ളവർക്കും രക്ഷപ്പെടാം. ഇതാണ് പ്രിയപ്പെട്ട ഒരു രക്ഷയുടെ സന്ദേശം എന്ന് പറയുന്നത്. ഇതാണ് രക്ഷയുടെ സന്ദേശം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ഈ രക്ഷയിലേക്ക് വരുവാൻ? നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാൻ? നിങ്ങൾക്ക് കൊതിയുണ്ടോ ഈ പാട്ടിൻ്റെ അനുഭവത്തിലേക്ക് വരുവാൻ? ഹൃദയം സന്തോഷിക്കുന്ന അനുഭവത്തിലേക്ക് വരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിത്യരക്ഷയുടെ കാരണഭൂതനായ ക്രിസ്തു നിങ്ങളെ വിളിക്കുകയാണ്. ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാൻ യേശു ക്രിസ്തു നിങ്ങളെ മാടി വിളിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാൻ? കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് കുടുംബമായി രക്ഷ പ്രാപിച്ച ഒരു മനുഷ്യനെ നമുക്ക് കാണാം. ആരാ മനുഷ്യൻ? 19-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ നമുക്ക് വായിച്ചു കേൾക്കാം. അവൻ യെരിഹോവിൽ എത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്ന പേരിലുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണുവാൻ ശ്രമിച്ചു. പ്രിയപ്പെട്ടവരെ, സക്കായിയെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സക്കായി റോമൻ ഗവൺമെന്റിന്റെ ഒരു ചുങ്കം പിരിക്കുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്, ഒരു ചുങ്കം പിരിവുകാരനാണ് സക്കായി. പക്ഷേ സക്കായിയുടെ ഉള്ളിൽ ഒരു സമയത്ത് യേശുവിനെ ഒന്ന് കാണണമെന്നുള്ള ഒരാഗ്രഹം എൻ്റെ ഉള്ളിൽ ഉദിക്കുകയാണ്. ഞാൻ ഈ വേദഭാഗം വായിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചു, ദൈവമേ, എങ്ങനെയാണ് ഈ സക്കായിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ലഭിച്ചത്? ഇതുവരെയും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിട്ടില്ലല്ലോ. അവൻ്റെ ജീവിതം നോക്കിയാൽ, ജീവിത സാഹചര്യം നോക്കിയാൽ, കുടുംബം നോക്കിയാൽ യേശു ആരാണെന്ന് അറിയാനുള്ള, ഒന്ന് കാണാനുള്ള ഒരാഗ്രഹം. പ്രിയപ്പെട്ടവർ, ഈ രക്ഷയിലേക്ക് വരുന്നതിനുള്ളതായ ആദ്യ പടിയാണത്, ഉള്ളിലൊരാഗ്രഹം ലഭിക്കുക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ ദൈവത്തിന് വചനം കേൾക്കുമ്പോൾ
എനിക്കും ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരണമെന്ന് നിങ്ങൾക്കൊരു ആഗ്രഹം വരുന്നുണ്ടോ? നിങ്ങൾക്കൊരു കൊതി വരുന്നുണ്ടോ? ഈ ദൈവമക്കളെല്ലാം പ്രസംഗിക്കുന്ന ഈ രക്ഷയുടെ സന്തോഷത്തിലേക്ക് എനിക്കുമൊന്ന് വരണമെന്നുള്ള ഒരു ആഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ വരുന്നുണ്ടോ? സക്കായിയുടെ ഉള്ളിൽ ആദ്യം അങ്കുരിച്ചത് ഒരാഗ്രഹമാണ്. യേശു എങ്ങനെയുള്ളവനൊന്ന് കാണണം. പ്രിയപ്പെട്ട, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഈ യേശു ആരാണെന്ന് അറിയാൻ ആഗ്രഹമുണ്ടോ? ഈ യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഈ യേശുവിൻ്റെ സ്നേഹം നിങ്ങൾക്ക് അനുഭവിക്കാൻ ആഗ്രഹമുണ്ടോ? ഈ യേശുവിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ ആഗ്രഹമുണ്ടോ? നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ആഗ്രഹിച്ചാൽ അവൻ സാധിപ്പിച്ചു തരുന്നവനാണ്. യേശുക്രിസ്തു നല്ലവനാണ് പ്രിയപ്പെട്ടവരെ. അവൻ ക്രൂരനല്ല, അവൻ നിങ്ങളെ വെറുക്കുന്നവനല്ല, അവൻ നിങ്ങളെ സ്നേഹിക്കുകയാണ്. നിങ്ങളെ ഈ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ യേശുക്രിസ്തു അധ്വാനിക്കുകയാണ്. യേശുക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിക്കൽ വന്ന് അവൻ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിക്കൽ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. മകനെ, നിന്റെ ഹൃദയം ഒന്ന് തുറന്നു തരിക. നിനക്കും ഈ രക്ഷയുടെ അനുഭവം സാധ്യമാണ്. നിനക്കും എന്നെ നിന്റെ ഹൃദയത്തിലേക്കൊന്ന് സ്വീകരിച്ചാൽ നിനക്കും ഈ രക്ഷയുടെ സന്തോഷം കിട്ടും. സക്കായിയുടെ ഉള്ളിൽ ഒരാഗ്രഹം ഉദിച്ചു വരികയാണ്. യേശു എങ്ങനെയുള്ളവനെന്ന് ഒന്ന് കാണണം. പ്രിയപ്പെട്ടവരെ, നിങ്ങളും ഇപ്പോൾ ആഗ്രഹിക്കുക ഈ യേശുവിൻ്റെ സാന്നിധ്യം ഒന്ന് അനുഭവിക്കുവാൻ, ഈ യേശുവിൻ്റെ കൃപയൊന്ന് അനുഭവിക്കുവാൻ, യേശുവിൻ്റെ സ്നേഹമൊന്ന് അനുഭവിക്കുവാൻ, യേശുവിൻ്റെ ആ സാന്നിധ്യം, യേശുവിൻ്റെ ആ രക്ഷ ഒന്ന് അനുഭവിക്കുവാൻ നിങ്ങളുടെ ഹൃദയവും കൊതിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന് സ്തോത്രം. വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, ഈ ആഗ്രഹം ഉദിച്ചപ്പോൾ തന്നെ അവൻ്റെ മുമ്പിൽ ചില തടസ്സങ്ങൾ വരികയാണ്. അത് പിശാച് കൊണ്ടുവരുന്ന ചില തടസ്സങ്ങളാണ്. ഈ രക്ഷയിലേക്ക് വരുവാൻ നാം ആഗ്രഹിച്ചാൽ, ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാൻ നാം ആഗ്രഹിച്ച് ഒരു ചൂട് വയ്ക്കുമ്പോൾ അനേക പ്രതിസന്ധികൾ വരും, അനേക തടസ്സങ്ങൾ വരും. അനേകർ നമ്മെ പിന്മാറ്റത്തിലേക്ക് പിന്മാറ്റാൻ നോക്കി നമ്മൾ സംസാരിച്ചെന്ന് വന്നേക്കാം. ഇവിടെ സക്കായി വളർച്ചയിൽ കുറയവനാകൊണ്ട് പുരുഷാര നിമിത്തം അവനത് സാധിച്ചില്ല. പക്ഷെ പ്രിയപ്പെട്ടവരെ, സക്കായി മടുത്തില്ല. സക്കായിയുടെ ഉള്ളിൽ ദൈവം കൊടുത്തൊരാഗ്രഹമല്ലേ അത്. അവൻ്റെ ഉള്ളിൽ സ്വമേധയാ ഉദിച്ചു വന്നതല്ല. ജീവനുള്ള ദൈവം സക്കായിയെ നിത്യജീവൻ്റെ അവകാശിയാക്കി നിത്യരക്ഷയുടെ അനുഭവസ്ഥനാക്കി തീർക്കാൻ സ്വർഗത്തിലെ ദൈവം കണ്ടതുകൊണ്ട് ദൈവം കൊടുത്തൊരാഗ്രഹമാണത്. ഒരു ദൈവികമായൊരാഗ്രഹമാണത്. പ്രിയപ്പെട്ടവരെ, സക്കായി എന്ത് ചെയ്തു? എന്നാലേ അവൻ മുമ്പോട്ട് ഓടി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മുമ്പോട്ട് ഓടുക. ഇനിയും തടസ്സം കണ്ട് നിങ്ങൾ മാറി നിൽക്കല്ലേ, തടസ്സം കണ്ട് നിങ്ങൾ നിരാശപ്പെട്ട് നിൽക്കല്ലേ. നിങ്ങൾ ഓടുക, മുമ്പോട്ട് ഓടുക. നിങ്ങൾക്കൊരു നല്ല രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാൻ സ്വർഗത്തിലെ ദൈവം വഴി തുറന്നു തരും. നിങ്ങൾ ആരും നിൽക്കരുത്, തടസ്സം കണ്ട് നിങ്ങൾ നിൽക്കരുത്. ദൈവത്തിന് സ്തോത്രം. സക്കായി എന്ത് ചെയ്തു? സക്കായി മുമ്പോട്ട് ഓടി. എന്നിട്ട് അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിമേൽ കയറി. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിനെ കാണാനുള്ളതായ ആഗ്രഹം ഉദിച്ചപ്പോൾ തടസ്സങ്ങളെല്ലാം മാറ്റിവെച്ച് സക്കായി മുമ്പോട്ട് തന്നെ പോവുകയാണ്. സക്കായി മുമ്പോട്ട് ഓടുകയാണ്. കാരണം അവൻ്റെ ഉള്ളിലൊരു ആഗ്രഹം, യേശുവിനെ ഒന്ന് കാണണം. വേറെ ഒരാഗ്രഹവും അവനില്ല. കാരണം ഈ യേശുവിനെ കുറിച്ച് പലതും സക്കായിയുടെ ഓഫീസിൽ വന്നിരുന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചിലർ നല്ല കാര്യങ്ങൾ പറഞ്ഞു, ചിലർ ചീത്ത കാര്യങ്ങൾ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ യേശുവിനെ ഒന്ന് കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഓടുകയാണ്. മുമ്പോട്ട് ഓടി എന്ത് ചെയ്തു? സക്കായി കാട്ടത്തിമേൽ കയറിയിരിക്കുകയാണ്. യേശു വരുന്നതായ വഴിയുടെ ഓരത്തുള്ളതായ ഒരു കാട്ടത്തിമേൽ സക്കായി കയറിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ ആ ഇരിപ്പ്. കാരണം സക്കായി ആരാണ്? സക്കായി ഒരു ഇൻകം ടാക്സ് ഓഫീസറാണ്. സക്കായി ഒരു മരത്താൽ വലിഞ്ഞു കയറുന്നു. ആരെങ്കിലും കണ്ടാൽ അത് മോശക്കേടല്ലേ? സക്കായി ആ സമയത്ത് ഒന്നും ചിന്തിക്കുന്നില്ല. അതൊന്നും ചിന്താവിഷയമല്ല. ഒറ്റ ഒരു ആഗ്രഹം ഉള്ളിലിങ്ങനെ തിളച്ചു വരികയാണ്, യേശുവിനെ ഒന്ന് കാണണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു തിളയ്ക്കുന്ന ആഗ്രഹം നിങ്ങളുടെ ഉള്ളിലുണ്ടോ? തടസ്സങ്ങളൊന്നും നിങ്ങളുടെ മുമ്പിൽ അതൊരു വിഷയമായിട്ട് തടസ്സമായിട്ട് നിങ്ങൾക്ക് തോന്നുകയില്ല. പ്രിയപ്പെട്ടവരെ, യേശുവിനെ ഒന്ന് കാണണം. യേശുവിൻ്റെ സ്നേഹം ഒന്ന് അനുഭവിക്കണം. യേശുവിൻ്റെ സാന്നിധ്യം ഒന്ന് അനുഭവിക്കണം. യേശുവിൻ്റെ കൃപ എനിക്ക് അനുഭവിക്കണം. എൻ്റെ പാപങ്ങളെല്ലാം കഴുകി കിട്ടുന്നതായ ആ രക്ഷയുടെ സന്തോഷം എനിക്ക് ഒന്ന് അനുഭവിക്കണമെന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു അടങ്ങാത്ത ആഗ്രഹമുണ്ടെങ്കിൽ തടസ്സങ്ങൾ വിഷയമല്ല. സക്കായി ഓടി കാട്ടത്തിമേൽ കയറുകയാണ്. പ്രിയപ്പെട്ടവരെ, സക്കായി എന്നിട്ട് ആ കാട്ടത്തിയുടെ ഇലകളെല്ലാം മറച്ച് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. കാരണം എന്താണ്? സക്കായിക്കൊരു ലക്ഷ്യമുണ്ട്. എന്നെ ആരും കാണരുത്, പക്ഷെ എനിക്ക് യേശുവിനെ കാണണം. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇന്ന് പലർക്കും അങ്ങനെയല്ല. ദൈവത്തിന് വചനം പറയുന്നവർ പോലും ചിന്തിക്കുന്നത് എന്താണ്? യേശുവിനെ ആരും കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, എന്നെ കണ്ടാൽ മതിയെന്നാണ് അനേകർ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പുറമേ അങ്ങനെയൊന്നും പറയില്ലെങ്കിലും എന്നെ എല്ലാവരും ബഹുമാനിക്കണം, എന്നെ എല്ലാവരും ആദരിക്കണം, എനിക്ക് സ്ഥാനം വേണം, എനിക്ക് മാനം വേണം. പ്രിയപ്പെട്ടവരെ, എന്നാൽ എന്നെ മാറ്റി നിർത്തിയിട്ട്, എന്നെ ക്രൂശിൻ്റെ മറവിൽ മറച്ചു നിർത്തിയിട്ട് യേശുവിനെ കണ്ടാൽ മതി എന്നുള്ളതായ ഒരാഗ്രഹം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വരണം. പ്രിയപ്പെട്ടവരെ, സക്കായിയുടെ ഉള്ളിൽ ഒരാഗ്രഹം വന്നു, എന്നെ ആരും കാണരുത്, പക്ഷെ എനിക്ക് യേശുവിനെ കാണുകയും ചെയ്യണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ വലിയ പ്രതീക്ഷയോടെ സക്കായി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇതാ സക്കായി കാത്തിരിക്കുന്നവനായ യേശുവും യേശുവിൻ്റെ ശിഷ്യന്മാരും വലിയൊരു ജനസമൂഹമായി വലിയൊരു ഘോഷയാത്ര പോലെ ആ റോഡിൽ കൂടി വരികയാണ്. സക്കായിക്ക് വലിയ സന്തോഷമായി. ഇതാ ഞാൻ പ്രതീക്ഷിച്ച, ഞാൻ കാത്തിരുന്ന യേശു ഇതാ വരുന്നു. പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷത്തോടെ സക്കായി ഇങ്ങനെ കാട്ടത്തിമേൽ കയറി ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. സക്കായിക്കറിയാം എന്നെ ആരും കാണുന്നില്ല എന്ന്. അത് ഉറപ്പുവരുത്തിയിട്ടാണ് സക്കായി ഇരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ,
ഇതാ സക്കായി പ്രതീക്ഷിച്ച് നിന്ന ആ യേശു ഇതാ വളരെ സന്തോഷവദനായി ഇതാ മുന്നേ നടക്കുകയാണ്. സക്കായിക്ക് വലിയ സന്തോഷമായി. യേശുവിനെ സക്കായി കാട്ടത്തുമേൽ ഇരുന്നു കൊണ്ട് കൺകുളിർക്കെ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, നന്ദിയോടെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സക്കായിക്ക് സംതൃപ്തിയായി. കാരണം സക്കായിയുടെ ഉള്ളിൽ അത്രേ പ്രതീക്ഷിച്ചുള്ളൂ, യേശുവിനെ ഒന്ന് കാണണമെന്ന്. എന്നാൽ പ്രിയപ്പെട്ടവരെ, മറ്റെന്താണ് അവിടെ നടന്നത്? എന്താ നടന്നത്? സക്കായി അടുത്ത് വരുമ്പോൾ സക്കായി കയറിയിരിക്കുന്ന കാട്ടത്തിയുടെ താഴെ ഇതാ യേശുവും യേശുവിൻ്റെ പിന്നാലെ വരുന്ന ശിഷ്യന്മാരും ജനസമൂഹവും അവിടെ നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വലിയ സന്തോഷമായി. സക്കായി കൺകുളിർക്കെ ഒന്നുകൂടെ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി. സക്കായിക്ക് തൃപ്തിയായി. പ്രിയപ്പെട്ടവരെ, എന്താ സംഭവിച്ചത്? യേശു അവിടെ നിൽക്കുക മാത്രമല്ല, യേശു സക്കായി ഇരിക്കുന്ന കാട്ടത്തിലേക്ക് യേശു നോക്കുകയാണ്. എന്നിട്ട് ഒരു വാക്ക് യേശു സക്കായിയോട് പറയുകയാണ്. എന്താ പറഞ്ഞത്? സക്കായിയെ വേഗം ഇറങ്ങി വാ. പ്രിയപ്പെട്ടവരെ, സക്കായിയെ പേർ ചൊല്ലി യേശു വിളിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളിന്ന് മറഞ്ഞിരിക്കുന്നവരാണോ? നിങ്ങളിന്ന് ഒളിച്ചിരിക്കുന്നവരാണോ? ഈ ആത്മീയ രംഗത്തേക്ക് വരാതെ നിങ്ങൾ ഒളിച്ചിരിക്കുകയാണോ? ഇന്ന് പലരും ഒളിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അശുദ്ധിയിൽ ഒളിച്ചിരിക്കുന്നവരുണ്ട്, മദ്യപാനത്തിൽ ഒളിച്ചിരിക്കുന്നവരുണ്ട്, അവിശ്വാസത്തിൽ ഒളിച്ചിരിക്കുന്നവരുണ്ട്, നിരാശയിൽ ഒളിച്ചിരിക്കുന്നവരുണ്ട്, പാപജീവിതത്തിൽ നിന്ന് അനേകർ ഒളിച്ചിരിക്കുകയാണ്. എന്നാൽ യേശു സഹോദര, ഇപ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ നിന്റെ സൃഷ്ടാവും നിന്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിനെ വിളിക്കുകയാണ്, നിന്നെ പേർ ചൊല്ലി വിളിക്കുകയാണ്. സക്കായിയെ, നീ വേഗം ഇറങ്ങി വാ. അവിടെ ഇരുന്നുകൊണ്ട് നിനക്ക് രക്ഷ അനുഭവിക്കാൻ കഴിയില്ല. ഇന്ന് നീ ആയിരിക്കുന്ന അവസ്ഥയിൽ ഇരുന്നുകൊണ്ട് നിനക്ക് രക്ഷ അനുഭവിക്കാൻ കഴിയുകയില്ല. നീ വേഗം ഇറങ്ങി വാ. നീ ആയിരിക്കുന്ന അവസ്ഥയോട് യാത്ര പറഞ്ഞ് നീ എൻ്റെ അടുക്കൽ വരിക എന്നാണ് കർത്താവ് നിങ്ങളെ വിളിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയോട് യാത്ര പറഞ്ഞിട്ട് യേശുവിൻ്റെ കാൽക്കൽ വന്ന് വീഴാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രക്ഷ അനുഭവിക്കാം. കാട്ടത്തിയുടെ മുകളിൽ ഇരുന്നു കൊണ്ട് രക്ഷ അനുഭവിക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഉന്നത ഭാവത്തിൽ ഇരുന്നു കൊണ്ട്, നിങ്ങളുടെ അഹങ്കാര ജീവിതത്തിൽ ഇരുന്നു കൊണ്ട് ഈ രക്ഷ അനുഭവിക്കാൻ കഴിയുകയില്ല. മകനെ, നീ താഴെ ഇറങ്ങി വാ. നിന്റെ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് താഴെ ഇറങ്ങി വാ. പ്രിയപ്പെട്ടവരെ, എന്ത് സംഭവിച്ചു? ഇനി സംഭവിച്ചതായ കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്കറിയാമല്ലോ. ദൈവത്തിന് സ്തോത്രം. ഈ യേശു സക്കായിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. എന്നിട്ട് അവിടെ ചെന്നൊരു വാക്ക് പറയുകയാണ്, ഇവനും അബ്രഹാമിൻ്റെ മകനാകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടപ്പോഴാണ് സക്കായിക്ക് രക്ഷ വന്നത്. അതുവരെ സക്കായിയുടെ ജീവിതത്തിൽ വീട്ടിൽ ആരെല്ലാം കയറിയിറങ്ങി, ആരെല്ലാം വന്നു കാണും. പക്ഷേ സാക്ഷാൽ രക്ഷകനായ വീണ്ടെടുപ്പുകാരനായ ക്രിസ്തു സക്കായിയുടെ വീട്ടിൽ വന്നപ്പോഴാണ് സക്കായിക്കും സക്കായിയുടെ കുടുംബത്തിനും രക്ഷ അനുഭവമാക്കിയത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ രക്ഷ സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടോ? വേറെ ഒരു വഴിയുമില്ല. പ്രിയപ്പെട്ടവരെ, രക്ഷയ്ക്ക് കുറുക്ക് വഴികളൊന്നുമില്ല. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. രക്ഷയ്ക്കുള്ള ഏക നാമം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം. ആ നാമമാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. ആ നാമമാണ് നിങ്ങളുടെ അരികത്ത് വന്നിരിക്കുന്നത്. ആ ക്രിസ്തുവാണ് നിങ്ങളോട് വാദിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഹൃദയം തുറന്നു കൊടുക്കാമോ? നിങ്ങളുടെ ഹൃദയത്തിന് വാതിലൊന്ന് തുറക്കാമോ? യേശുവിനെ നിങ്ങളുടെ രക്ഷിതാവും കർത്താവും എന്ന് സ്വീകരിക്കാമോ? നിങ്ങൾക്ക് രക്ഷ അനുഭവിക്കാൻ. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കരുണയുള്ള സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. രക്ഷയുടെ നാഥൻ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതുക്കൽ വന്ന് മുട്ടിയതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ വചനം കേട്ട മക്കളെല്ലാവരും ഇവിടെ അനുഗ്രഹിക്കണമേ. രക്ഷയുടെ അനുഭവത്തിലേക്ക് ഇവരെ നടത്തണമേ. രക്ഷയുടെ ആ സങ്കേതത്തിലേക്ക് ഇവരെ കയറ്റണമേ. സ്വർഗീയ രാജ്യത്തിന് ഇവരെ അവകാശികളാക്കി തീർക്കണമേ. യേശുവേ, ഇവരെ അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ.